ഗൈസ്, ചെറിയൊരു അബദ്ധം പറ്റി. ഇതുവരെ കളിച്ചതൊന്നും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു അബദ്ധമാണ്. കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ സെറ്റായ നോർമലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. പിന്നെ വേറൊരു കാര്യം, ഇത് വേൾഡ് എന്താന്ന് വെച്ചാൽ ഞാനും ഗെയിമർ തേഴ്സിയും കൂടിയിട്ടൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ആ സീരീസാണിത്. ഈ സീരീസ് എങ്ങനത്തെ സീരീസാണ്, ഏതുപോലത്തെ സീരീസാണെന്ന് വെച്ചാൽ ആ ഭാഗം മാത്രമേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ അവിടെ വെച്ച് പോസ് ചെയ്ത് പിന്നെ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ എങ്ങനത്തെ സീരീസാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ക്ലിപ്പ് മാത്രം ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം. അതായത് 16x16 കുഴിച്ചിടും. പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ കുഴിക്കില്ല. ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറോ എൻ്റെ വീട്ടിന് എൻ്റർനൊക്കെ ഒന്ന് എഡിറ്ററെ കൊണ്ടുവന്ന് അവസാനം നമ്മൾ ബിൽഡൊക്കെ ഉണ്ടാക്കുക. അതിൽ സാധാരണ എല്ലാവരും ബിൽഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിയും, എന്നിട്ട് വന്നിട്ട് ബിൽഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് നമ്മൾ ഇതിൻ്റെത്. ഇതാണ് നമ്മളെ ക്ലിപ്പ്. കണ്ടില്ലേ? ആ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അവിടെ ഞാൻ പോസ് അടിച്ച്. കുറേ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. ഞങ്ങൾ പിന്നെ ഇവിടെ നിൽക്കണം എന്താണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക, എൻ്റർ ഡ്രാഗനെ പോയി കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ മൈനിങ് ആയിട്ട് വന്നാണ് ഞങ്ങളിവിടെ താഴെ ലാവ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ വെച്ചാണ്ട് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യണത്. പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും നേരം കുറച്ചൊരു 10 മിനിറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ റെക്കോർഡ് ചെയ്ത് ഈ ക്ലിപ്പ് ഒന്ന് എന്താ പറയുക എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ബാക്കിയുള്ള റെക്കോർഡ് ഇല്ലയെന്ന് മനസ്സിലായത്. കാണിച്ചു തരാം. ഉണ്ടോ? വലിയൊരു ലാവാപ്പുള്ള തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ലാവാപ്പുള്ള കണ്ടിട്ട് ലാവാപ്പുള്ള കിട്ടി. ഇനി റെക്കോർഡ് ചെയ്യണം നിർത്തിയിട്ട് ഇപ്പം ഇത്ര റെക്കോർഡ് ചെയ്തത് എഡിറ്റ് ചെയ്യുക, എല്ലാം കൂടി എഡിറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലായത് ബാക്കിയുള്ള മറ്റതിന് ശേഷമുള്ളതൊന്നും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന്. സാരില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഒരു കുഴപ്പം പറ്റിയില്ലെങ്കിൽ, ഇതുപോലത്തെ മണ്ടത്തരൊന്നും പറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഇത് സ്പീഡ് റണ്ണിങ് ഒന്നുമല്ല. ഞാൻ പോയിട്ട് എന്താ പറയുക, എൻ്റർടൈൻ വന്നിട്ട് സ്പീഡ് റണ്ണിങ് ആണ്, നല്ല സ്പീഡ് റണ്ണിങ് അല്ല. എൻ്റർടൈൻ എഡിറ്ററൊക്കെ എടുത്ത് വന്നിട്ട് പിന്നെ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും ടൂൾസും എൻചാൻമെൻറ്റ്സൊക്കെ ഫുള്ളായിട്ട് കുഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ അതിൽ പറഞ്ഞില്ലേ ബെഡ്റോക്കിൽ കുഴിക്കുമെന്ന്. 16x16 കുഴിക്കാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല OP പിക്കാക്സൊക്കെ തന്നെ വേണം. ഈ അയ്യൻ്റെ പിക്കാക്സ് വെച്ചൊന്നും കുഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ്. ഇപ്പം റെക്കോർഡ് ചെയ്തത് പോയി എഡിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങാം. അതായിരിക്കും നല്ലത്. അപ്പം ഞാൻ പോയിട്ട് ഇതാ വരുന്നു. ഓക്കെ, അപ്പം നമ്മളത് എന്താ പറയുക എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വന്നാ എവിടെയായിരുന്നു ഇത്ര കാലം? ഇന്നലെ നമ്മൾ കണ്ടില്ലല്ലോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. ഇന്നലെ എൻ്റെ ക്ലിപ്പൊക്കെ ഫുള്ള് പോയി. അതിൻ്റെ അതിബുദ്ധിമായ കാരണം ഞാൻ ഒരു ക്ലിപ്പും റെക്കോർഡ് ചെയ്തില്ല. അതെ. അപ്പം നമ്മളിനി എന്താ അപ്പോൾ നമ്മളിനി എന്താണ് മേലക്ക് കയറട്ടെ? മേലെ കയറാം. അപ്പം ഇനി ഞങ്ങൾക്ക് മേലെ പോയിട്ട് അവിടുന്ന് ഒരു മിനിറ്റ് അങ്ങനെ പോവല്ലേ, ഇങ്ങോട്ട് വാ. ഞങ്ങൾക്ക് ഇനി മേലേക്ക് പോയിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് കുറച്ച് മരമൊക്കെ എടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നിട്ട് അവിടെ കുറച്ച് ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം. എന്നിട്ട് ഞങ്ങളിപ്പോൾ വരാം. അതാ വരുന്നത്.
അപ്പോൾ ഞങ്ങൾ ഇത് വെള്ളമെടുത്ത് വന്നിട്ട് മേലക്കൊന്നും കയറിയില്ല. പോണ വഴിക്കാൻ കുറച്ച് അയ്യണു, പിന്നെ ഒരു അണ്ടർ വാട്ടർ കണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കിയിട്ട് ഒരു ഇല തീർത്തിട്ട് നെതർ പോർഷൻ ഉണ്ടാക്കണം നമുക്കിവിടെ. അപ്പോൾ അന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഒരു ബക്കറ്റ് ലാവ് എടുക്കുക, എന്നിട്ട് ഇവിടെ വയ്ക്കുക, മറ്റൊരു ബക്കറ്റ് വെള്ളം എടുക്കുക. ഒഴിക്കൂടെ ലാവ് ഒഴിച്ചോ അപ്പുറത്ത് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കൊണ്ട് വെക്കുക, വെള്ളം കൂട്ടവിടെ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാണ്ടിരിക്കാൻ നോക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഉള്ളോ ലാവയും ഒബ്സിഡിയനായി മാറും. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തതും കാണിച്ചു തരാം. ഇവിടെ ബ്ലോക്ക് വെക്കുക. ഇവിടെ ഇവിടെ അല്ലേ ഇവിടെ ഇപ്പൊ അത് ചെന്നാ ഇപ്പുറത്ത് കേക്ക് നമ്മൾ പ്രോയുള്ള ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയില്ല, ബ്ലോക്കൊക്കെ വെച്ച് ചെയ്യണം. അപ്പോൾ അതൊന്ന് ഫുൾ ഉണ്ടാക്കി കേട്ടെ. മറ്റേ ഒന്നുകൂടി കാണിച്ചുതരാം. ഒഴിക്ക് കണ്ടോ പ്രോയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങളറിയില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ മറ്റേ സംഭവം വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതാ വരുന്നത്. അപ്പോൾ പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലിൻറ്റ് വേണം. അപ്പോൾ ഓരോന്നിട്ട് പൊട്ടിക്കാൻ തുടങ്ങാം. ഫ്ലിൻറ്റ് കിട്ടി. അപ്പോൾ ഒരു ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അവിടെ ലൈറ്റ് ചെയ്യാം. ഞങ്ങൾ എയർപോർട്ടിൽ ബെഡ് എവിടെ നമ്മളെ അല്ല എത്ര ബെഡ് ഉണ്ടോ? എൻ്റെ ബെഡ് കാണാനില്ല. അതായോ അപ്പോൾ ഞങ്ങൾ ഇനി നെതറി പോട്ടെ. ബാസാൾട്ട് അല്ലാണ്ട് വേറെ ഇത് വന്നാൽ നമുക്കൊരു സങ്കടമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റിലാക്കിയിട്ട് നമുക്ക് കുറച്ച് നാൾ വെച്ചിട്ട് പോയാൽ മതിയില്ലേ? എല്ലാം കൂടി കൊണ്ടുപോകണ കുറേ എണിരിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, ഇവിടെ താഴെ നിങ്ങൾക്ക് കണ്ടറിയാം ഓരോ മറ്റേ സംഭവമല്ലേ ടൂൾസിൻ്റെ ഡോറിറ്റിയുടെ താഴെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർമറിൻ്റെതും കാണിക്കുന്നുണ്ട്, ഷീൽഡിൻ്റെതൊക്കെ കാണിക്കും. അവർ ഞാൻ ടെസ്റ്റർ പാക്കറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെറിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് പെർമനൻ്റായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ സ്പൈ വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നല്ല എന്താ പറയുക വലിയ സംഭവമായിട്ട് പോകുന്നത്. അവിടെ പോയാലേ അറിയാം വലിയ സംഭവമാണ്. റിസൾട്ട് പോയിട്ട് ലാസ്റ്റ് വെടിച്ചെന്ന് തൊട്ട് ലാവ വീണിട്ട് നമ്മളങ്ങനെ ഡെത്താവും. പിന്നെ സീരിയസ് എൻഡാണിത്. ഫസ്റ്റ് എപ്പിസോഡ് ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് നമ്മൾ എവിടേക്കാ പോവാ? ഫോട്ടോസ് കിട്ടുന്നുണ്ടെങ്കി സോൾ സാൻഡ് ആവശ്യം വരും. എടുത്തോ. അപ്പോൾ ഞങ്ങൾ ഇനി ഏതെങ്കിലും എവിടേക്ക് ഇങ്ങനെയൊക്കെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്. അങ്ങനെ അതിവിദഗ്ധമായിട്ട് നമ്മളെ തേൽസേരി എവിടെ പോയി ചത്തത്? ലാവല്ലേ പോയത്? വാവ്, ഫുൾ സെറ്റ് അയനാറാന്ന് പോയില്ലേ? അല്ല മറ്റേ ചെസ്റ്റിലുണ്ട്. അപ്പോൾ ഇതാ വരുന്നത്. ഇങ്ങനെ ചത്തില്ലെങ്കിൽ ചത്താൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു വട്ടം ചത്തുണ്ട്. നമ്മളെ ഗെയിമത്ത് 2-3 വട്ടം ചത്തുണ്ട്. ഇപ്പം നമ്മളിവിടെ ഞാനും ഗാസ്റ്റും തേഴ്സീനും പിന്നെ സ്കെറ്റനോട് കളിച്ചുകൊണ്ടിരിക്കണ്. ഇപ്പോൾ സ്കെറ്റനോട് വലിയോണ്ടിരിക്കണേ, ഞാൻ ഒളിച്ചിരിക്കണ്. വേറെ വഴിയില്ല. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ കണ്ടുപിടിക്കണ്. അപ്പോൾ ഇവിടേക്ക് വന്ന് വിളിക്കുമ്പോൾ നമ്മുടെ തേഴ്സിന് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഒരു 2-3 തൊട്ടാണ് ഫോർവേഡ് പോയി വരുന്നത്. എന്തെടുക്കാൻ പറഞ്ഞത്രേ. അല്ല ഇവിടേക്ക് എത്തുമ്പോഴാണ് ഓർമ്മ വരിക. അപ്പോൾ പോയി എടുത്തിട്ട് പരിപാടി കണ്ട. അതാണ് പുറത്തെ അവസ്ഥ. ഇവിടെ വേണ്ട വേറെ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ട, പുറത്തിറങ്ങാൻ സമ്മതിക്കൂല അവര്. അല്ല ഇനി ചാവണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യട്ടാ. താഴെ
അല്ല സ്കെച്ച് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ വീട് ചത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ സമ്പാദ്യം പോയിട്ടുണ്ട്. ഗെയിം വീട് ചപ്പത്തി നിൽക്കല് പുത്തും. അത് നമുക്ക് വളരെ വെയിറ്റ് ചെയ്യാം. എത്തിയാ അതിപ്പോൾ ഇവിടെ ഇപ്പോൾ അളവല്ലേ വായോ കത്തിരിക്കളല്ലേ. എന്നാൽ നമുക്ക് അപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഡ്രാഗനെ കൊല്ലാൻ പോകണില്ല. ഒരു ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആയിട്ട് കൊല്ലാൻ പോകണുള്ളൂ. അതിലല്ല ഇത്. അപ്പോൾ ഈ സംഭവമൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. അപ്പോൾ ഒന്നും കൂടി ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറൊക്കെ ഒപ്പിക്കണം. എന്നിട്ട് നേരെ പോയിട്ട് ഡ്രാഗനെ കൊല്ലില്ല, ഡയമണ്ട് ആർമർ ഒപ്പിക്കണം. ട്രേഡിങ് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കെട്ടിയും പറക്കി എടുത്തിട്ട് നേരെ മേലൊക്കെ എത്താൻ. കറക്റ്റില്ല അതിൽ എന്നാൽ കൊണ്ടേ കളയും. 2-3 ഫുൾ സെറ്റ് ആർമർ കൊണ്ടേ കളഞ്ഞല്ലേ നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ മേലക്ക് പോയിട്ട് ഒരു ഫുൾ സെറ്റ് ആയ ആർമർ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ കെട്ടി ഇക്കൊന്നും വയ്യ. മോളിക്ക് വന്ന വഴി അതിൽ എത്ര ഏറുണ്ട്? 4 ഏറുണ്ട്. പക്ഷെ കൊല്ലില്ല. അപ്പോൾ വന്ന വഴി തന്നെ പോകണം. ഒരു ബ്ലോക്ക് പോലും ഇല്ല. കാണുന്ന ഡയറക്റ്റൊക്കെ എടുത്ത് കൊണ്ടുപോവാ. അല്ലാണ്ട് വേറെ വഴിയില്ല. ഇതാ നിങ്ങളെ ഇടിച്ച് കുത്തിക്കൊണ്ട് വരും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ മോളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേനും ഒരു എന്താ പറയുക ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡയമണ്ട് ആർമറിൻ്റെ മറ്റേ എൻചാൻമെൻറ്റ് വരെയൊക്കെ എൻചാൻമെൻ്റ് അല്ല എന്താണ് ട്രേഡിങ് വരെയൊക്കെ അൺലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ. ബൈ ബൈ.